സർ, ഈ വീഡിയോയിൽ കണ്ടത് നമ്മുടെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറാണ്. അവിടെ യുദ്ധസമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ബംഗ്ലാദേശികൾ കല്ല്, കമ്പ്, വടി, അതുപോലുള്ള ആയുധങ്ങൾ, അരിവാള് തുടങ്ങിയവയൊക്കെ ആയിട്ട് ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡറിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഇന്ത്യക്കാരെ ആക്രമിക്കുന്നു, ഇന്ത്യയിലെ സിവിലിയൻസിനെ ആക്രമിക്കുന്നു, BSFനെ ആക്രമിക്കാൻ നിൽക്കുന്നു എന്നുള്ളതാണ്. അവർ അങ്ങോട്ട് ആൾക്കാരെ കടത്തിവിടാൻ വേണ്ടി, നുഴഞ്ഞുകയറ്റക്കാരെ കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനം മൊത്തം നടത്തുന്നത്. നമ്മുടെ ഫെൻസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഇവർ തടിച്ചുകൂടുന്നു. ഏതാണ്ട് 4000 മുതൽ 7000 വരെയുള്ള ആൾക്കാരുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ബോർഡർ എന്ന് പറയുന്നത് വളരെ കലുഷിതമായിട്ടുള്ള രീതിയിലേക്ക് പോകും. ഇപ്പോൾ BSF അവിടെ നിൽക്കുന്നത് ഇവരെല്ലാം തുരത്തി ഓടിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു വെടിവയ്പ്പിലേക്കോ കലാപത്തിലേക്കോ നീങ്ങിക്കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ പ്രശ്നമായിട്ട് മാറില്ലേ? അതെ. അതിൽ പ്രിയൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഭരണമാറ്റം ഉണ്ടായി ബംഗാളിൽ. തൃണമൂൽ കോൺഗ്രസ് ഗവൺമെൻറ്റിനെ മാറ്റി പകരം BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. പക്ഷേ ഈ നുഴഞ്ഞുകയറ്റം, അനധികൃതമായിട്ടുള്ള കടന്നുകയറ്റം ഇതുവരെ ഇല്ലാതാക്കാനായിട്ട് ആ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നിരന്തരം ഈ ബംഗ്ലാദേശികൾ അതിർത്തിയിൽ പ്രദേശത്ത് കൂടി നുഴഞ്ഞു കയറുന്നുണ്ട് ഇന്ത്യയിലേക്ക്. ഇപ്പം അതിൻ്റെ ഏറ്റവും അടുത്ത സംഭവമാണ് ഇപ്പോൾ മാൽഡ ജില്ലയിൽ നടന്ന സംഭവമാണ്. നോർത്ത് 24 പർഗാനാസ് ജില്ലയിൽ. അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിനിയാന്ന് 15-17 ബംഗ്ലാദേശി കുടുംബങ്ങൾ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ നോക്കി. അപ്പോൾ അവരെ തടഞ്ഞുകൊണ്ട് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇന്ത്യയുടെ അവരെ തിരിച്ചയക്കാൻ ശ്രമിച്ചു. കാരണം അവരെ വെടിവെക്കാനായിട്ടുള്ള ഓർഡർ ഇല്ല അവർക്ക്, BSFന്. അവർക്ക് അവരെ തിരിച്ച് അയക്കാനായിട്ടുള്ള ഒരു മാൻഡേറ്റ് മാത്രമേ ഇന്ത്യ ഗവൺമെൻറ് നൽകിയിട്ടുള്ളൂ, അതോറിറ്റി മാത്രമേ ഇന്ത്യ ഗവൺമെൻറ് നൽകിയിട്ടുള്ളൂ. പക്ഷേ അതിനെ എതിർക്കാനായിട്ട് 7000-ഓളം ജനങ്ങൾ, സിവിലിയൻസ്, ബംഗ്ലാദേശി പൗരന്മാർ അങ്ങേപ്പുറത്ത് നിന്ന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെയും ഈ ഇന്ത്യൻ സൈഡിൽ ഒക്കെ ആക്രമിക്കുകയാണ് അവർ പറയണ ഇവിടെ നിന്ന് പോയവരല്ല എന്നാണ് പറയണത്. ഈ ഞാൻ മനസ്സിലാക്കിയിടത്തോളം BSFൻ്റെ ആൾക്കാർ കണ്ടുകൊണ്ട് നിൽക്കുക. ബംഗ്ലാദേശ് ബോർഡർ കടന്ന് ഇന്ത്യയിലേക്ക് അവർ കടന്ന് കയറിയത് കണ്ടുകൊണ്ട് നിൽക്കാണ്ട് അവരെ തിരിച്ചയക്കാനായിട്ടാണ് അവർ അതുകൊണ്ട് ശ്രമിച്ചത്. അത് നടക്കാൻ സമ്മതിക്കില്ല. ഇപ്പം കുറച്ച് ദിവസം മുമ്പ് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിരുന്നു. ഏതാണ്ട് 400ഓളം ബംഗ്ലാദേശി കുടുംബങ്ങളെ ഹോൾഡിംഗ് സെൻറ്റേഴ്സിൽ പാർപ്പിച്ചിരിക്കുക. എല്ലാ അത്യാധുനിക സൗകര്യം കൊടുത്തിട്ട് അവരെ താമസിപ്പിച്ചേക്കുക. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബംഗ്ലാദേശിൽ നിന്ന് വന്നവർ, അവർക്ക് ബംഗ്ലാദേശിൽ പോകണമെന്നുണ്ടെങ്കിൽ അവർ ബംഗ്ലാദേശി പൗരന്മാരാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റ് ഇല്ല, ഒന്നുമില്ല അവരുടെ അടുത്ത്. ഇവർ ആളെന്നൊക്കെ 10,000 ഉറുപ്പ്യൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറുന്നത്. പട്ടിണിയാണ്, ഭയങ്കര പട്ടിണിയാണ് അവിടെ. അതുമാത്രമല്ല, പിന്നെ വേറെ കുറേ ഉദ്ദേശമുണ്ട്. അവർക്ക് ഇവിടുത്തെ ഡെമോഗ്രഫിയിൽ മാറ്റം വരുത്താനായിട്ടുള്ള ഉദ്ദേശമുണ്ട്. ഇതൊരു മുസ്ലിം മെജോറിറ്റി ഏരിയ ആക്കാനായിട്ട് വലിയ പാടൊന്നുമില്ലല്ലോ. അവർക്ക് ഇതുപോലെ നുഴഞ്ഞേറ്റ് നടത്തിച്ചാൽ മതി. അപ്പോൾ അത് ഇങ്ങനെ ഈ ഹോൾഡിംഗ് സെൻറ്റേഴ്സിൽ കുറേ പേരെ പാർപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഡോക്യുമെൻറ്റ്സിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ പ്രശ്നം വരുന്നത്. 17ഓളം കുടുംബങ്ങൾ വന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച് അവരെ തടഞ്ഞു. അപ്പോൾ സിവിലിയൻസിന്, ബംഗ്ലാദേശിൻ്റെ അതിർത്തിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് അവർ ഈ ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് നേരെ കല്ലേറ്, ബോംബേറ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അത്യാഹിതമോ അല്ലെങ്കിൽ ദുരന്തങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇതൊരു നല്ല കീഴ്വഴക്കമല്ല. ഇത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. ഇത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിർത്തി എന്തുകൊണ്ടാണ് ഒരു വേലി കെട്ടാത്തത്, ഇലക്ട്രിഫൈഡ് ഫെൻസിങ് കിട്ടാത്തതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഗൗരവമായിട്ട് ആലോചിക്കണം. യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഈ ഫെൻസിങ് പണി പൂർത്തിയാക്കണം എന്നാണ് ജനങ്ങളുടെ മുഴുവനുള്ള ആവശ്യം. അതായത് നമ്മളുടെ അതിർത്തിയിലേക്ക് ഇവർ ഇപ്പോൾ 4000-5000 ആൾക്കാർ വന്നിരിക്കുന്നു. ഇവരെ ആക്രമിക്കാൻ തന്നെയാണ് വരുന്നത്. നമ്മുടെ അതിർത്തിയെ ആക്രമിക്കുക എന്നുള്ളതാണ്. സാർ, ഈ മൂർച്ച ഉണ്ടാക്കി മാറ്റിയിട്ടുള്ള വടികൾ, കല്ല്, കട്ട, ഇരുമ്പ് വടികൾ, അതുപോലെ തന്നെ അരിവാളുകൾ, ഇതൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട്. എന്നിട്ട് ചീത്ത വിളിക്കുകയാണ്. ഇന്ത്യക്കാരെയും ഇന്ത്യൻ സൈന്യത്തെയും BSFനെയൊക്കെ ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു. നമ്മൾ ഈ പറയുന്ന അതിർത്തിയിലേക്ക് ഇവരെ ആക്രോശിച്ചുകൊണ്ട് വരികയാണെങ്കിൽ മിനിമം ആകാശത്തേക്കെങ്കിലും വെടിവെക്കുക, ഇല്ല അതിർത്തി കടക്കുകയാണെങ്കിൽ തിരിച്ച് വെടിവെക്കാമല്ലോ നമുക്ക്. ഇല്ല, അതിന് ഈ പറഞ്ഞ പോലെ ഈ മനുഷ്യാവകാശ സംഘടനകളുണ്ടല്ലോ, നോക്കിയിരിക്കുകയാണ് എന്താണ് കുറ്റം പറയേണ്ടതെന്ന് നോക്കിയിരിക്കാനായിട്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണിത്. ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവർ നമുക്ക് ഒന്നാമത് അവരെ ഫിസിക് കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ നമ്മൾ
അതിർത്തി നമ്മൾ പൂർണ്ണമായിട്ട് ഫെൻസ് ചെയ്ത് ഫോർട്ടിഫൈ ചെയ്യാന്ന് പറയും. അതെ. ഫോർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ അനധികൃത കയ്യേറ്റം തടയാൻ പറ്റുള്ളൂ. കോട്ട കെട്ടി തടയുക എന്ന്. അതെ, അത് പക്ഷേ ഈ അടുത്തൊന്നും നടക്കുന്നു തോന്നുന്നില്ല. കാരണം ഇപ്പൊ തന്നെ 2 മാസമായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു അല്ലെ, സ്ഥലമൊക്കെ സ്ഥലം ഏറ്റെടുത്ത് ബോർഡർ പലരും ഫെൻസിങ് സ്ഥലം നടത്തുന്നുണ്ട്. വിട്ടുകൊടുക്കാൻ മടിക്കുന്നുണ്ട്. അല്ലെ, സിംഗിൾ ഫെൻസ് ബോർഡർ ഏരിയകൾ നമ്മളിപ്പോൾ സ്മാർട്ട് ഫെൻസിങ് ആ. അത് ചെയ്യുന്നുണ്ട്, സിംഗിൾ ലൈനായിട്ട് അത് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ ഏതാണ്ട് 400 കിലോമീറ്റർ മാത്രമേ ഇനി ബോർഡർ ഫെൻസ് ചെയ്യാനുള്ളൂ. അതിൽ കുറേ ഭാഗമൊക്കെ ഇപ്പോൾ തന്നെ ഫെൻസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇത് പൂർണ്ണമായിട്ടില്ല. നടക്കുന്നത് ബംഗ്ലാദേശ് ഗവൺമെന്റിന്റെ അറിവോടുകൂടിയും സമ്മതത്തോടുകൂടിയും പിന്തുണയോടുകൂടിയാണ്. അതെ, അതിനകത്ത് യാതൊരു സംശയമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. അവിടുത്തെ ജനസംഖ്യ കുറേ കുറഞ്ഞു കിട്ടും. അതുപോലെ ഇന്ത്യനെ എന്താ പറയുന്നത്, ഈ പറഞ്ഞ പോലെ പശ്ചിമ ബംഗാളോ അല്ലെങ്കിൽ ആസാമൊക്കെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കി കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം ബംഗ്ലാദേശിന് തന്നെയാണ് പലതരത്തിലും. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാ ഗെയിമും കളിക്കുന്നുണ്ട്. ഈ ബോർഡർ തുറപ്പിക്കാനും അതുവഴി ഇന്ത്യയിലേക്ക് ആൾക്കാരെ പറഞ്ഞു വിടാനും അവരെല്ലാ ഗെയിമും കളിക്കുന്നുണ്ട്. അവർ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ആധാർ കാർഡ്, മറ്റേ സിറ്റിസൺഷിപ്പ് കാർഡൊക്കെ 500 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാർഡ് കിട്ടും. ഈ കോയമ്പത്തൂരിൽ എവിടെ ഒരു പ്രസ്സിലാണ് അത് പ്രിന്റ് ചെയ്ത് കൊണ്ടുവരണം മുഴുവനും. അപ്പോൾ അത് വളരെ ഗൗരവമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒന്നാമത്തെ ഈ പറഞ്ഞ പോലെ ഡെമോഗ്രഫി ഈസ് ഡെസ്റ്റിനി എന്നാണ് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെയും ആ രാജ്യത്തിൻ്റെ ഒക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഡെമോഗ്രഫിയിൽ മാറ്റം വരുത്താനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. 30% ജനങ്ങൾ ആസാമിലെ മുസ്ലിംസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇവരെ ഈ കേരളത്തിൽ തന്നെ ഇവർ അതിഥി തൊഴിലാളികൾ എന്നവരുടെ പേരിലാണ് ബംഗ്ലാദേശിൽ നിന്ന് വന്ന് വർക്ക് ചെയ്യണം. അവർ പറയൊക്കെ ഞങ്ങൾ ബംഗാളികളാണ്, ഞങ്ങൾ ആസാമികളാണെന്ന് പറയും. പക്ഷേ കൂടുതൽ വർത്തമാനം പറഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാണ് അവർ വളരെ അപകടകാരികളാണ്, അവർ ബംഗ്ലാദേശിൽ നിന്ന് വന്നേക്കുന്നവരാണെന്ന്. ശരി, നമ്മൾ ഈ പറയുന്ന മനുഷ്യാവകാശം എല്ലാം കണക്കാക്കിയിട്ട് നമ്മൾ നിൽക്കുമ്പോഴും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ത്യക്കെതിരെ ഇന്ത്യ ശത്രുവായിട്ട് കണ്ടിട്ടാണ് പാകിസ്ഥാനി എപ്രകാരം കാണുന്നു അതേ രീതിയിലേക്ക് ബംഗ്ലാദേശികൾ മാറിയിരിക്കുന്നു. അവരുടെ ഭരണം മാറിയതോടുകൂടി അവിടെ ഇസ്ലാമിസ്റ്റുകളുടെ വളർച്ച ഉണ്ടായതോടുകൂടി ഇന്ത്യക്കെതിരെ അവർ വലിയ രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സംയമനത്തിൻ്റെ ഭാഷ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലല്ലോ. രാജ്യത്തിൻ്റെ ബോർഡർ കടന്നു വരികയാണെങ്കിൽ വെടിവെക്കാമല്ലോ. അത് ചെയ്യാം. പക്ഷേ എല്ലാ ഓപ്ഷൻസ് ഇല്ലാതായി പരീക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എക്സ്ട്രീം മെഷേഴ്സിലേക്ക് ഇന്ത്യ നീങ്ങുള്ളൂ. ആ ഒരു കാലതാമസമുണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് വൈകി പോയില്ലേ, നമ്മുടെ വലിയ ഗുരുതരമായിട്ട് ബാധിക്കില്ലേ? ഇല്ല, അവരെ അതിർത്തിയിൽ തടഞ്ഞു നിർത്താനുള്ള സംവിധാനം ഉണ്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് കയറി കഴിഞ്ഞാൽ അവരെ ഹോൾഡിംഗ് സെൻറ്റേഴ്സിലേക്ക് മാറ്റാൻ പറ്റും. അവർ ബംഗ്ലാദേശി പൗരന്മാരാണെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് ഉറപ്പ് വരുന്നത് വരെ നിയമപ്രകാരം അവർ ബംഗ്ലാദേശി പൗരന്മാരാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകളുണ്ട് എന്നുള്ളത് കണ്ടെടുക്കുന്നത് വരെ അവർ ക്ഷമിച്ചിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാനിപ്പോൾ ബംഗ്ലാദേശിലെ ഖുൽന എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ പേരിലൊരു പ്രോപ്പർട്ടി ഉണ്ടാവും അവിടെ. ഞാൻ ആ പ്രോപ്പർട്ടി ഇട്ടിട്ടാണ് ഇന്ത്യയിലേക്ക് ഒന്ന് ഒഴിഞ്ഞു കയറാൻ തന്നെ. അപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ ഏത് വേദിയിലും, നോക്കൂ ഇത് ബംഗ്ലാദേശി പൗരനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കണം, അയാളെ ഇന്ത്യയിലേക്ക് അടുപ്പിക്കാൻ പറ്റില്ല, ഇന്ത്യയിൽ പ്രവേശിപ്പിക്കാൻ പറ്റില്ല, ഹി ഹാസ് ടു ഗോ ബാക്ക്, ബംഗ്ലാദേശിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ രേഖകൾ വെച്ചിട്ട് അയാൾ ബംഗ്ലാദേശി പൗരനാണ്, ബംഗ്ലാദേശിലാണ് അയാളുടെ ജീവിതം ഉള്ളത്. അപ്പോൾ അയാൾ അങ്ങോട്ട് പോകണം എന്ന് പറയാനായിട്ടുള്ള ധൈര്യം നമുക്ക് വേണം. അതിനുള്ള രേഖകൾ നമ്മുടെ കയ്യിൽ വേണം, ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ വേണം. അതല്ലെങ്കിൽ പണ്ടേ തന്നെ എത്രയോ വർഷമായി ഇപ്പോൾ ബംഗ്ലാദേശ് രൂപീകരിച്ചിട്ട് 1971 രൂപീകരിച്ചത്. 29 പിന്നെ 26 45 55 50 വർഷം ക്രോസ് ചെയ്തിരിക്കണു ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥികളെ കൊണ്ടുള്ള തലവേദന തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അവരെ എങ്ങനെയെങ്കിലും ഇന്ത്യക്കുള്ളിൽ കാലുകുത്താൻ സമ്മതിക്കാതിരിക്കുക അവരെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം.
സി ഫോറിൻ്റെ കൂടെ സി ഫോറൻ, സി എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർത്ത് വെച്ചാൽ ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.